നിങ്ങളുടെ ഈ പ്രദേശത്തിൻ്റെ എത്രയോ കാലത്തെ MLA ആയി കൊച്ചുകുട്ടികളോടൊപ്പം മുതിർന്ന അമ്മമാരോടൊപ്പം നമ്മുടെ കൽപ്പാത്തി ഉത്സവവും പള്ളി നേർച്ചകളും പള്ളി പെരുന്നാളും എല്ലാം ആഘോഷിക്കുവാൻ നമ്മളിലൊരാളായി നമ്മുടെ കുടുംബാംഗമായി ചേർന്ന് നിന്ന ഷാഫി പറമ്പിലിൻ്റെ പിന്തുടർച്ചയായി കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും നമുക്ക് നൽകിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ്. എത്രയോ വർഷക്കാലങ്ങളായി കൊടിപിടിച്ച് ഈ നാടിൻ്റെ ഓരോ പ്രദേശങ്ങളിലും നിങ്ങൾ ഷാഫി പറമ്പിലിന് വേണ്ടി നിയമസഭയിലേക്ക് നിങ്ങളുടെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങളും നിങ്ങൾ നടത്തിയ പദയാത്രകളും നിങ്ങൾ ഏറ്റെടുത്ത സ്നേഹവും കരുതലുമെല്ലാം അത് രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവാം. നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ പിന്തുണയും പ്രാർത്ഥനയും കരുതലും രാഹുൽ മാങ്കൂട്ടത്തിലിന് കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകളാക്കി നൽകുന്നതിന് വേണ്ടി ഭവന സന്ദർശനങ്ങൾ ഉൾപ്പെടെ ഒരു ദിവസത്തെ കൂലി പോലും കൂലിപ്പണിക്ക് പോയാൽ കിട്ടുന്ന ആ കൂലിപ്പണിയിലെ കൂലി പോലും മാറ്റിവെക്കുകയാണ്. ഒരു ദിവസത്തെ കൂലി ഒഴിവാക്കിയാൽ സാധാരണക്കാരായ നമ്മുടെയൊക്കെ പ്രദേശത്തെ വീടുകളിൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ്. എന്നാലും ശരി, ഈ നാടിനു വേണ്ടി മതേതരത്വം മുറുകെ പിടിക്കുവാൻ ഷാഫി പറമ്പിൽ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ, ആ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു വിരിക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കണമെന്നുള്ള ദൃഢപ്രതിജ്ഞയുമായി നിങ്ങൾ വീട് കയറുക. ചുട്ടുപൊള്ളുന്ന വെയിലിലും മഴയാണെങ്കിലും അല്ലേ, അങ്ങനെ എടുക്കുന്ന ഒരു പ്രവർത്തനം അത് ഈ നാടിനു വേണ്ടിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത പാർട്ടി ഏതുണ്ടെന്ന് ചോദിച്ചാൽ, പ്രസ്ഥാനം ഏതുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. മഹാത്മാഗാന്ധിയുടെ ജീവൻ കൊടുത്തത് നമുക്കറിയാം. താൻ ദൈനംദിനമായി ചെയ്തിരുന്ന സർവമത പ്രാർത്ഥന നടക്കുന്ന ഇരിപ്പിടത്തിലേക്ക് എല്ലാ മതവിശ്വാസികളും ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് സർവമത പ്രാർത്ഥന നടക്കുന്ന ഇരിപ്പിടം ലക്ഷ്യമാക്കിക്കൊണ്ട് സർദാർ വല്ലഭായ് പട്ടേലിനോടൊപ്പം ഒരു യോഗത്തിൽ സംസാരിച്ച് സമയം താമസിച്ചു പോയപ്പോൾ പുൽമൈതാനത്തിൻ്റെ വശത്തിലൂടെ ഒരു അരികിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന മഹാത്മാഗാന്ധി ആൾക്കൂട്ടത്തിന് നടുവിലൂടെ പോകുമ്പോഴാണ് ആയുധം ധരിച്ച ഒരു വ്യക്തി ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കുന്നത്. അവിടെ നഷ്ടം വന്നതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ്. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കുകയാണ് ഇനിയുള്ള മുന്നോട്ടുള്ള ഒരേ ഒരു ഉത്തരവാദിത്വം, ഒരേ ഒരു ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വക്കീലായി പോകാൻ നിയോഗമുണ്ടായിരുന്നിട്ടും ആ വക്കീൽ പഠനം കഴിഞ്ഞ് തിരിച്ചു വന്ന് 2 മുണ്ടെടുത്ത മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിനോടൊപ്പം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം, മോത്തിലാൽ നെഹ്റുവിനോടൊപ്പം നമ്മളിലേക്ക്, സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്ന് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് പോരാട്ടം നടത്തിയ മഹാത്മാഗാന്ധിയുടെ ജീവൻ കൊടുത്തു. ഏത് പാർട്ടിയുണ്ട്? പിണറായി വിജയന്റെ പാർട്ടി ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തോ? നരേന്ദ്രമോദിയുടെ പാർട്ടി ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തോ? ബ്രിട്ടീഷുകാരന്റെ മുൻപിൽ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് തോക്കിനും പീരങ്കിപ്പടയ്ക്കും മുൻപിലും മുട്ടുകുത്താത്ത ഒരു പാർട്ടി ഏതുണ്ടെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ധീരന്മാരെ സംഭാവന ചെയ്ത് ഈ രാജ്യത്തിന് ജീവൻ കൊടുത്തത് ആരുണ്ടെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുറുകെ പിടിക്കുന്നത് മതേതരത്വമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാനൊരു വിശ്വാസിയാണ്. എന്നെ സന്ധ്യയ്ക്ക് നാമം ജപിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ അമ്മൂമ്മയാണ്. ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷേ സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്ന സമയം അമ്മൂമ്മ പറയും, ഒളിവെടുത്ത നിസ്കാരപ്പായിലേക്ക് നിസ്കരിക്കാൻ പോകുന്ന ആയിഷാത്ത തൊട്ടടുത്തുണ്ട് എങ്കിൽ ബഹളം വയ്ക്കരുത്, ആ നിസ്കാരത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം, ബഹളം വയ്ക്കാതെ അവിടെ ചേർത്ത് നിർത്തണമെന്ന് പറഞ്ഞത് എൻ്റെ അമ്മൂമ്മയെ. നല്ല വിശ്വാസിയാണ്, ഹിന്ദുമത വിശ്വാസിയാണ്. സന്ധ്യയ്ക്ക് കുരിശു വരയ്ക്കാൻ അന്നമ്മച്ചേടത്തി പോകുമ്പോൾ ബഹളമുണ്ടാക്കരുത് എന്ന് പറഞ്ഞു തന്നതും ഹിന്ദു മതത്തിൽ വിശ്വസിച്ച് സന്ധ്യയ്ക്ക് നാമം ജപിച്ച് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച അമ്മൂമ്മയാണ്. ആ മതേതരത്വം അത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുമ്പോൾ, ആ മതേതരത്വത്തിന് വേണ്ടി ഈ രാജ്യത്ത് ജീവൻ കൊടുത്ത പ്രസ്ഥാനം ഏതുണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചതും
ആ അമ്മൂമ്മയാണ്. ഞാനും നിങ്ങളും ഇന്ന് എന്തിനു വേണ്ടിയാണ് പോരാട്ടം നടത്തുന്നത്? ഈ പാലക്കാട് ജില്ലയിൽ നമ്മുടെ കൽപ്പാത്തി തേരും, നമ്മുടെ നെന്മാറവല്ലങ്കി വേലയും, നമ്മുടെ പരക്കാട്ടുകാവ് വേലയും പൂരവും ഒക്കെ നടക്കുമ്പോഴും, പള്ളി നേർച്ചയും പള്ളിപ്പെരുന്നാൾ നടക്കുമ്പോഴും ഒക്കെ ആ മൈതാനത്തേക്ക് ഒത്തിരി ആളുകൾ കച്ചവടത്തിന് വരും, അല്ലേ പപ്പേട്ട? ആ കച്ചവടം ചെയ്യാൻ വരുമ്പോൾ ഇന്നലെ പോയ കൽപ്പാത്തിയിൽ കണ്ടിരിക്കുന്ന അവിടെ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുവാൻ വന്നതിൽ, അവിടെ പൊരിയും മലരും വിതരണം ചെയ്യുവാൻ വന്നതിൽ, കുഞ്ഞുങ്ങൾക്കുള്ള കളിപ്പാട്ടങ്ങൾ വിൽക്കുവാൻ വന്നവരുടെ കൂട്ടത്തിൽ, ബലൂണ് വിൽക്കുവാൻ വന്ന കൂട്ടത്തിൽ ഒരു അബൂബക്കർക്കയുണ്ട്, ഒരു രാഘവേട്ടനുണ്ട്, ഒരു ജോർജേട്ടനുണ്ട്. അത് പള്ളി പെരുന്നാൾ നടക്കുന്ന മുറ്റത്തും പള്ളി നേർച്ച നടക്കുമ്പോഴും, അല്ലേ, കൊഴൽമന്തത്തെ പള്ളി നേർച്ചയ്ക്ക് അപ്പപ്പെട്ടി എടുക്കാൻ പോകുന്നവരാ നമ്മൾ. അവിടെയും കച്ചവടത്തിന് വരുന്നതിൽ ഈ 3 പേരുമുണ്ട്. കൽപ്പാത്തിയിൽ വന്നപ്പോഴും ഈ 3 പേരുമുണ്ട്. അവിടെ നമ്മൾ മധുര പലഹാരങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ടോ, ഈ കട ആരുടേതാണ്? ഈ കടയിൽ കച്ചവടം ചെയ്യുന്ന ആളിന്റെ പേരെന്താണ്, മതം എന്താണ്? നമ്മൾ ആരും ചോദിക്കാറില്ല. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മിഠായികൾ വാങ്ങുന്നു, മധുര പലഹാരങ്ങൾ വാങ്ങുന്നു. അങ്ങനെ ജീവിക്കുന്ന പാലക്കാടിനെ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ശക്തികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പുറത്ത് നിന്നുകൊണ്ട് മത്സരിക്കുന്നത്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്, രാഹുൽ മത്സരിക്കുന്നത് ഞാനും നിങ്ങളും കണ്ടു വളർന്ന ആ പൂരപ്പറമ്പിലും ആ പള്ളിപ്പറമ്പിലും ആ നേർച്ചപ്പറമ്പിലും ഒരുമിച്ച് മതേതരത്വം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് സ്വന്തം കൊച്ചുമക്കളെ കൈപിടിച്ച് ചേർത്തി നടത്തുപോകുന്ന ആ മൈതാനത്തെ ആ മതേതരത്വം നിലനിർത്തുവാൻ വേണ്ടി രാഹുൽ പോരാട്ടം നയിക്കുമ്പോൾ അപ്പുറത്തുള്ളവർ അവിടെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ പറയേണ്ടതില്ല, ശബരിമല എൻ്റെയൊക്കെ വീട്ടിൽ അമ്മാവനും അനുജനുമെല്ലാം ശബരിമലയ്ക്ക് ഇന്നലെ വൃശ്ചികം 1-ാം തീയതിയാണ്. മാലയിട്ട് ശബരിമലയിലേക്ക് പോകുമ്പോൾ ഏറ്റവും നല്ല വ്രതാനുഷ്ഠാനത്തിലാണ് അവരെ അയക്കുന്നത്. വീടുകളിൽ ഭജനകൾ നടത്തും. എത്രയോ ഭജനകളിൽ സുരേഷ് ഏട്ടാ ഞാനൊക്കെ ഇരുന്ന് പാടിയിട്ടുണ്ട്. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി. നമ്മൾ ഭജനകളിൽ ചേരുന്നുണ്ട്, ഇല്ലേ? ആ ഭജനകളിൽ, ആ വിശ്വാസങ്ങളിൽ ശബരിമലയിലേക്ക് പോകുന്ന ആ വിശ്വാസികളുടെ വിശ്വാസത്തെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവിടെ ആചാരം ലംഘിക്കുവാൻ നേതൃത്വം കൊടുത്തവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയനും എന്നുള്ളത് നാം ഓർക്കേണ്ടതുണ്ട്. പ്രായമായ അമ്മമാർ, മുത്തശ്ശിമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓർക്കണം, പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ എന്റെയും നിങ്ങളുടെയും എല്ലാം ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ ലംഘിക്കുവാൻ നേതൃത്വം കൊടുക്കുന്നവർക്കാണ് ആ മതേതരത്വത്തിന്, എല്ലാവരുടെയും വിശ്വാസങ്ങളെ ചേർത്ത് നിർത്തുവാൻ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനാണോ വോട്ട് രേഖപ്പെടുത്തേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കും. ആ ചിന്തിക്കുന്നിടത്തെല്ലാം വോട്ടുകൾ വരാൻ പോകുന്നത്, ആ വോട്ടുകളെല്ലാം വന്നു ചേരാൻ പോകുന്നത് മതേതരത്വത്തിന്റെ മുഖമായിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കൈപ്പത്തി അടയാളത്തിലായിരിക്കണം എന്നുള്ള ദൃഢപ്രതിജ്ഞയിലാണ് നമ്മൾ കുടുംബയോഗങ്ങളും പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പരിചയമുള്ളവർ, കുടുംബാംഗങ്ങൾ, തൊട്ടടുത്ത നെന്മാറയിലോ മറ്റേ വേലയിലോ അവിടെ എവിടെയെങ്കിലും താമസിക്കുന്നവർ, വിരുന്നു പോയവർ, പഠിക്കാൻ വേണ്ടി തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലേക്കോ തൊട്ടടുത്ത ജില്ലകളിലേക്കോ പോയ ആളുകൾ, കല്യാണം കഴിഞ്ഞു പോയവർ, കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആളുകൾ വിരുന്നിന് പോയിട്ടുണ്ട് എങ്കിൽ അത്തരമുള്ള മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് ഷാഫിക്കായ്ക്ക് നമുക്ക് കൊടുക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം, അദ്ദേഹം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മളോടൊപ്പം നമ്മുടെ സഹോദരനായി ചേർന്ന് നിന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയത്തിലേക്ക് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനത്തിനായിരിക്കണം നമ്മൾ നേതൃത്വം കൊടുക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും എല്ലാം ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ കൊടുത്തത് ഈ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുവാനാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ പഞ്ചാബിലെ ഇന്ത്യയിൽ നിന്ന് കീറിമുറിക്കുവാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്
ആൾക്കൂട്ടത്തിൽ ഇന്ദിരാഗാന്ധിയെ വധിക്കുവാൻ കാത്തുനിന്ന ആളുകൾക്കിടയിലൂടെ തന്നെ കാത്തു നിൽക്കുന്ന പട്ടിണി കിടക്കുന്ന പാവങ്ങളുടെ അരികിലേക്ക്, ജനസമ്പർക്ക പരിപാടികളിലേക്ക് തനിക്ക് തൻ്റെ മക്കളെ കാണുവാൻ പോയേ മതിയാവൂ എന്ന തീരുമാനമെടുത്ത് ശ്രീമതി ഗാന്ധി ഇന്റലിജൻസുകാർ പോലും പറഞ്ഞപ്പോൾ പറഞ്ഞു, തന്നെ കാത്തിരിക്കുന്ന അമ്മമാരെ, കുഞ്ഞുങ്ങളെ തനിക്ക് കണ്ടേ പറ്റൂ. ഒറീസയിലെ സമ്മേളനത്തിലേക്ക് അവർ പോയപ്പോഴും പറഞ്ഞു, ഞാൻ വധിക്കപ്പെടുകയാണ് എങ്കിൽ അത് ഈ രാജ്യത്തിന് വേണ്ടിയായിരിക്കും, ഈ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയായിരിക്കും. ആ മതേതരത്വം കാത്തു സൂക്ഷിക്കുവാൻ സദാസമയവും സന്നദ്ധരായി ആ പ്രവർത്തനത്തിൽ 100% പൂർണ്ണ മനസ്സർപ്പിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം മുറുകെ പിടിക്കുമ്പോൾ, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ കാവൽക്കാരനായി രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുമ്പോൾ, ഈ സ്നേഹത്തിന്റെ കടയിലേക്ക് കടന്നു വന്ന ഏറെ പ്രിയങ്കരനായ സന്ദീപ് വാര്യരെ ഹൃദയം കൊണ്ട് ഞങ്ങൾ ഈ പ്രദേശത്തേക്ക് സ്വീകരിക്കുകയാണ്. ഈ വലിയ പോരാട്ടത്തിനകത്ത്, ഈ മുന്നോട്ടുള്ള യാത്രക്കകത്ത് സന്ദീപേട്ടന്റെ സാന്നിധ്യം നമുക്കൊരു വലിയ ആവേശം തന്നെയാണ്. അദ്ദേഹം ഈ നാടിനു വേണ്ടി, മതേതരത്വത്തിന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി ചേർന്ന് നിൽക്കുമ്പോൾ, ഷാഫി പറമ്പിലിന്റെ ചങ്കായിരിക്കുന്ന ഈ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിനോടൊപ്പം ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം നിങ്ങൾക്കരികിലേക്ക് സംസാരിക്കുന്നതിന് കടന്നു വരുന്നിരിക്കുകയാണ്. ധീരദേശാഭിമാനികൾ ജീവൻ കൊടുത്തു നേടിയ മതേതരത്വം ഒരു രീതിയിലും അത് വെറുപ്പിന്റെ ഫാക്ടറിയായി, വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന BJP-യിൽ ഇനി തുടരുവാൻ കഴിയുകയില്ല എന്ന് ദൃഢനിശ്ചയമായിരിക്കുന്ന തീരുമാനമെടുത്ത് കടന്നു വന്ന ഏറെ പ്രിയങ്കരനായ സന്ദീപ് വാര്യർ നിങ്ങൾ കാണുന്ന ആളല്ല കേട്ടോ. കർഷകരുടെ ഇടയിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന കൺസോഷ്യങ്ങളുണ്ട്. എൻ്റെ മണ്ഡലത്തിൽ, പാർലമെന്റ് മണ്ഡലത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ കർഷകരെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്നത് നേരിട്ട് കണ്ട ആളാണ് ഞാൻ. അന്നും ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പം ആഗ്രഹിച്ചു, ഇതുപോലെ ഇത്രയധികം ബാലേട്ടൻ്റെ AK ബാലേട്ടൻ്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണ് എങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കുന്ന സന്ദീപ് വാര്യരെ പോലെയുള്ള ഒരു വ്യക്തി കോൺഗ്രസിലായിരുന്നുവെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ കർഷകരുടെ ഇടയിൽ കൺസോഷ്യമായി അവിടെ ചേർന്ന് നിർത്തിക്കൊണ്ട്, യുവാക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇത്രയധികം പവർഫുൾ ആയിരിക്കുന്ന സന്ദീപ് വാര്യരെ കോൺഗ്രസിനകത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്കത് വലിയ ഊർജം നൽകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ രാജ്ഘട്ടിൽ ബാപ്പുജി, വീർഭൂവിൽ രാജീവും, ശക്തിസ്ഥലിൽ ഇന്ദിരയും ധീര രക്തസാക്ഷികൾ. രാജ്ഘട്ടിൽ ബാപ്പുജി, വീർഭൂവിൽ രാജീവും, ശക്തിസ്ഥലിൽ ഇന്ദിരയും ധീര രക്തസാക്ഷികൾ. നിണമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ട് പിന്മുറ, നിങ്ങൾ തൻകിനാക്കളെല്ലാം ഞങ്ങൾ സഫലമാക്കിടാം. നിണമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ട് പിന്മുറ, നിങ്ങൾ തൻകിനാക്കളെല്ലാം ഞങ്ങൾ സഫലമാക്കിടാം. കോൺഗ്രസ് ആണു ഭാരതത്തിൻ മർത്യകോടി, നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങവേ, നമ്മളൊത്തു നീങ്ങവേ, നമ്മളൊത്തു നീങ്ങവേ. കോൺഗ്രസ് ആണു ഭാരതത്തിൻ മർത്യകോടി, നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങവേ, നമ്മളൊത്തു നീങ്ങവേ. രാജ്ഘട്ടിൽ ബാപ്പുജി, വീർഭൂവിൽ രാജീവും, ശക്തിസ്ഥലിൽ ഇന്ദിരയും ധീര രക്തസാക്ഷികൾ. രാജ്ഘട്ടിൽ ബാപ്പുജി, വീർഭൂവിൽ രാജീവും, ശക്തിസ്ഥലിൽ ഇന്ദിരയും ധീര രക്തസാക്ഷികൾ. നിണമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ട് പിന്മുറ, നിങ്ങൾ തൻകിനാക്കളെല്ലാം ഞങ്ങൾ സഫലമാക്കിടും. നിണമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ട് പിന്മുറ, നിങ്ങൾ തൻകിനാക്കളെല്ലാം ഞങ്ങൾ സഫലമാക്കിടാം.
കോൺഗ്രസാണു ഭാരതത്തിൻ മർത്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങവേ നമ്മളൊത്തു നീങ്ങവേ നമ്മളൊത്തു നീങ്ങവേ. അങ്ങനെ അവർ ജീവൻ കൊടുത്ത് നേടിയ ഈ മതേതരത്വത്തിന് വേണ്ടി അവർക്ക് കൊടുക്കുന്ന വാക്കുകളിൽ മതേതരത്വത്തിന്റെ കാവൽക്കാരനായി രാഹുൽ ഗാന്ധി നടന്നു നീങ്ങുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ചേർത്ത് നിർത്തുവാൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഏറ്റവും വലിയ കരുത്തോടുകൂടി കൈപ്പത്തി അടയാളത്തിൽ വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ചേലക്കരയിലേക്ക് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പിന്തുണയും കൂടെ ഉണ്ടായിട്ടുണ്ട്. തുടർന്നും നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ ഞങ്ങൾ ഉണ്ടാകുമെന്ന് വാക്ക് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.